വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഒരു വ്ളോഗ് എടുക്കുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ എനിക്ക് യൂട്യൂബുള്ള കാര്യം ഞാൻ തന്നെ മറന്നെടുക്കുകയായിരുന്നു. മീൻസ് എനിക്ക് യൂട്യൂബ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാനതിൽ വ്ളോഗ്സ് ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല. മെയിനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന വ്ളോഗ്സ് നേരെ യൂട്യൂബിലേക്ക് ഇടും. ഇന്ന് 2 റീസൺസ് ഉണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളത്. ഒരു റീസൺ വെച്ചാൽ ഇറ്റ്സ് ബീൻ സോ ലോങ് ഞാനൊരു വ്ളോഗ് എടുത്തിട്ട്, അപ്പോൾ ഫൈനലി ഞാൻ യൂട്യൂബ് ഒരു വ്ളോഗ് ഇടാണ്. രണ്ടാമത്തെ റീസൺ നമ്മുടെ നാട്ടിൽ പോകാണ്. കുറേ ആയി നാട്ടിൽ പോയിട്ട്, സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. നാട്ടിൽ മഴയാണെന്നറിയാം, പക്ഷേ എന്നാലും എന്താ പറയുക, നാടാണല്ലോ, മഴയാണെങ്കിലും വെയിലാണെങ്കിലും കാറ്റാണെങ്കിലും. അപ്പോൾ നമുക്ക് ആദ്യമേ ലഗേജ് ഒക്കെ എടുത്ത് വെക്കണം. ഓക്കെ, ലെറ്റ് മീ ഡു ദാറ്റ്. സോ നമ്മുടെ ലഗേജൊക്കെ ഇതാണ്. ഇനിയും ഉണ്ട്, ഒരു ലഗേജും കൂടി ഉണ്ട്. സോ നമുക്ക് അത്യാവശ്യം നല്ല ലഗേജ് ഉണ്ട്. ഓക്കെ, സ്പെക്ട് വെച്ചുകൊണ്ടിരിക്കുകയാണോ? ഹലോ ചോ. അപ്പം കയറിയപ്പോൾ തന്നെ എനിക്ക് നല്ല വിശപ്പ്. കാരണം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത്, കാരണം ഇങ്ങനെ ഫുള്ള് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാതായിരുന്നു. ഞാൻ പുതിയ മൈക്ക് മേടിച്ചാണ്ടോ അതിൻ്റെ അടുത്ത് പറഞ്ഞതാണ്. കയറിയപ്പോൾ തന്നെ ഞാനൊരു ലോട്ടി ചൊക്കെ മേടിച്ച് ഒരു ബോക്സ് ഫുള്ളുണ്ട്. കണക്ക് നല്ല വിശപ്പുണ്ട് ഗൈസ്. ഇവരെന്തൊക്കെയോ സാധനങ്ങൾ എടുത്ത് വെക്കുന്നുണ്ട് ഗൈസ്. ഹായ് പപ്പാ. അല്ലെങ്കിൽ മഴക്കാലത്ത് ട്രാവൽ ചെയ്യുന്നത് പ്രത്യേക സുഖമാണ്. അതും ട്രെയിനിലാണെങ്കിൽ അത് കുറച്ചും കൂടെ കൂടും. ലാസ്റ്റ് ടൈം ഞാൻ ട്രെയിനിൽ പോയത് നമ്മുടെ കോളേജ് ട്രിപ്പിലായിരുന്നു. അത് ഒത്തിരി മെമ്മറീസ് ആകുന്ന ഒരു ട്രിപ്പായിരുന്നു. അപ്പോൾ ഈ മഴ പെയ്യുമ്പം ലൈക്ക് എന്താ പറയുക, ആ മഴയുടെ സുഖം കൂടെ തന്നെ ഇറ്റ് ജസ്റ്റ് ഹിറ്റ് ബാക്ക് എ ലോട്ട് ഓഫ് മെമ്മറീസ്. ആ ഒരു മഴ വൈബ് പിടിച്ച് തന്നെ നമ്മൾ വിചാരിച്ചു ഒരു ഹാരി പോട്ടർ മൂവിയാണ്. ആ ഒരു വെതറും അതിനൊക്കെ പറ്റിയൊരു സംഭവമായിരുന്നു. അപ്പോൾ നമ്മൾ മൂവി വെച്ച് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ ഫുഡിനൊന്നും ഒരു കുറവില്ലായിരുന്നു. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പ്രോൺസ് ബിരിയാണി, നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മുടെ ബിരിയാണി ഭയങ്കര ഫേമസ് ആണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അതിനെ നോക്ക്, ഒരാൾ കഴിച്ച് ഇവിടെ ഒരു കുട്ടീനെ കാണിച്ചുകൊണ്ട് പാവം ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ ട്രെയിനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം അതിൻ്റെ മിററാണ്. നിങ്ങൾക്കറിയാലോ, മിററുമായിട്ട് എനിക്ക് പ്രത്യേക ബന്ധമാണല്ലോ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം നമ്മൾ മുംബൈ എത്താനായി. ഇനി ഒരു സ്റ്റോപ്പും കൂടെ ഉള്ളൂ. ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം വെച്ചാൽ നമ്മൾ ഫസ്റ്റ് മുംബൈ ജസ്റ്റ് കറങ്ങിയിട്ടാണ് നമ്മൾ നാട്ടിൽ പോകുന്നത്. ഓക്കെ, സോ മുംബൈ ഇസ് എ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. എന്താണെന്നറിയില്ല, മുംബൈ എത്തിയപ്പോൾ തന്നെ എനിക്ക് നമ്മുടെ മൈ ബോസിലുള്ള ദിലീപേട്ടൻ്റെ ഫിലിമിൽ ആദ്യമായിട്ട് മുംബൈ എത്തുന്നൊരു ഫീൽ, അതുപോലെ എനിക്ക് തോന്നുന്നു. നല്ലൊരു നൊസ്റ്റാൾജിക് ഫീൽ ആയിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പോയത് നമ്മൾ താമസിക്കുന്നിടത്തായിരുന്നു. സോ അങ്ങോട്ടേക്കായിരുന്നു പിന്നെ പോയത്. പക്ഷേ കാറിലുള്ള ഒരു വ്യൂ, ഇറ്റ് വാസ് സോ ഗുഡ്. സോ ദിസ് ഇസ് വെരി സ്റ്റേയിങ് ഗൈസ്. മൈക്ക് കിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കുമെന്ന് എനിക്കറിയില്ല. നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് ഗൈസ്. ഇവിടെ നല്ലൊരു ലൈറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു നമുക്ക് ടേക്ക് ദിസ് ബെഡ്, കാരണം എനിക്കിവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. അതുകൊണ്ട് ഇതിനടിയായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ഇന്ന് ഞാൻ നാളെ ഇവിടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാനും എൻ്റെ ബ്രദർ കേട്ടോ. ഓക്കെ, ഇതാണ് പപ്പ മമ്മാസ് റൂം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ഹലോ, സോ ബ്രേക്ക്ഫാസ്റ്റ് ഇസ് റെഡി. താങ്ക് യു. നല്ല വിശപ്പുണ്ട്, ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല.